നമസ്കാരം. നാട്ടിൽ ഒരു വഴിക്ക് പരീക്ഷ നടക്കുകയാണ്, മറുവഴിക്ക് ഉത്സവങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെല്ലാം മേലെയാണ് തെരഞ്ഞെടുപ്പ് ഉത്സവം ഇപ്പോൾ കൊടിയേറി കഴിഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളെല്ലാം മുന്നിൽ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും 2 പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നിരന്നു കഴിഞ്ഞു. അവർ പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. 6 മണ്ഡലങ്ങളിൽ മാത്രമാണ് NDAയുടെ സ്ഥാനാർത്ഥികൾ ഇനി വരാനുള്ളത്. ഏതു നിമിഷവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാം. അതിന് കാത്തിരിക്കാനൊന്നും എന്തായാലും നമ്മുടെ പ്രധാന പാർട്ടികളൊന്നും തയ്യാറില്ല. അവരെല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായി കഴിഞ്ഞു. 20 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കളം പൂർണ്ണമായും സജീവമാവുകയും 3 മുന്നണികളും, പ്രധാനമായും 2 മുന്നണികൾ UDFും LDFും അവരുടെ പ്രചാരണങ്ങൾ ഒരു ഘട്ടം വരെ മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഇത്തരം തെരഞ്ഞെടുപ്പ് വാർത്തകളാൽ സമ്പന്നമാണ് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും. 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളും അതോടൊപ്പം തന്നെ ഒരു മണ്ഡലം, അത് കേരളത്തിൽ തന്നെ ഇന്നിപ്പോൾ VVIP മണ്ഡലം എന്ന് പറയാവുന്ന, കേരളം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലം. KK ശൈലജയും ഷാഫി പറമ്പിലും മത്സരിക്കുന്ന മുരളീധരന് പകരം ഷാഫി പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയ വടകര മണ്ഡലം. വടകര മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി അന്വേഷിച്ചു ചേരുന്നുണ്ട്. വോട്ടിംഗ് എത്തിയിലേക്ക് സ്വാഗതം. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, കേരളത്തിൽ ഒരു പക്ഷേ ഈ അവസാന നിമിഷത്തെ UDFിൻ്റെ ചേഞ്ച് കൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുകയാണ് വടകര. പ്രത്യേകിച്ച് വടകര പരമ്പരാഗതമായി തന്നെ ഇടതുമുന്നണിക്ക് വലിയ ശക്തിയുള്ള മണ്ഡലമായിരുന്നു. ഏകദേശം 1,30,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് P സതീദേവി 2004 ജയിക്കുന്നത്. പിന്നീട് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷവും അതിന് അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹം 2014 ആ സീറ്റ് നിലനിർത്തുന്നു. 2019 മുരളീധരൻ, അതും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് മുരളീധരൻ ആ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ മറ്റ് ഇടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷമായിരുന്നു മുരളീധരൻ്റെ അവിടുത്തെ അപ്രതീക്ഷിതമായ എൻട്രി ഉണ്ടാകുന്നത്. ഇത്തവണ അതേ മുരളീധരൻ തന്നെ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത്തവണയും അവസാനം ഇതുപോലെ അപ്രതീക്ഷിതമായി ഒരു എൻട്രി ഉണ്ടാകുന്നു. പാലക്കാട് MLA ഷാഫി പറമ്പിൻ്റേത്. എങ്ങനെയാണ് ഇപ്പോൾ മണ്ഡലത്തിലെ ഒരു പൊതു അവസ്ഥ? കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടത് കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് വടകര. കാരണം പഴയ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ KP ഉണ്ണികൃഷ്ണന്റെ സോഷ്യലിസ്റ്റ് കാലം മുതൽ ഇങ്ങോട്ട് NK പ്രേമജവും സതീദേവിയും ഓഭരതനുമൊക്കെ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ്. ഇവിടെ ഏതാണ്ട് 4 ലക്ഷത്തോളം അടിസ്ഥാന വോട്ടുകൾ, 3.25 ലക്ഷത്തിനും 4.25 ഇടയ്ക്കുള്ള അടിസ്ഥാന വോട്ടുകൾ LDFിന് പരമ്പരാഗതമായി ഓരോ തെരഞ്ഞെടുപ്പുകളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ചെറിയ ചില വ്യത്യാസങ്ങൾ ചില തെരഞ്ഞെടുപ്പുകളിൽ വന്നത് ഒഴിവാക്കിയാൽ ക്രമാനുഗതമായി ആ ഒരു പാറ്റേണിൽ വോട്ടിംഗ് ലഭിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇടതുകോട്ട തകർത്ത് കാര്യമായ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 3000-നടുത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇടതുകോട്ട തകർത്ത് താൻ വിത്തെറിഞ്ഞ മണ്ണിലാണ്, അല്ലെങ്കിൽ താൻ ഉഴുതുമറിച്ച മണ്ണിലാണ് പിന്നീട് മുരളീധരൻ വിത്തെറിഞ്ഞത്. ആ മണ്ണിലേക്ക് തന്നെ വീണ്ടും ഷാഫി പറമ്പിൽ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി ഒരു വലത് സ്വഭാവത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായി ഈ മണ്ഡലങ്ങൾ തിരിച്ച്, അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് പരിശോധിക്കുമ്പോഴും അങ്ങനെ വലിയ മേധാവിത്വം UDFിന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. RMPയുടെ കോട്ടയായ വടകര മണ്ഡലത്തിൽ എംജിഎമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്ത് KK രമ എന്ന MLA ജയിക്കാൻ കൂത്തുപറമ്പാവട്ടെ, തലശ്ശേരി ആവട്ടെ, പേരാമ്പ്ര ആവട്ടെ, കുറ്റ്യാടി ആവട്ടെ, കൊയിലാണ്ടി ആവട്ടെ, എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇടത് MLAമാരാണ് ജനപ്രതിനിധികളായി ഇപ്പോൾ രംഗത്തുള്ളത്. അവിടെ തന്നെയാണ് ഈ മണ്ഡലത്തിലൊരു പ്രത്യേകത വരികയും ചെയ്യുന്നത്. കാരണം TP വധത്തിന് ശേഷം ആണ് കുറച്ചുകൂടി ഒരു ട്രെൻഡ് UDFിലേക്ക് മാറുന്നതെന്ന് നമുക്ക് ഈ മേഖലകളിൽ കാണാൻ കഴിയും. പക്ഷേ ആ ഒരു പ്രതികൂല ഘടകം ഇത്തവണ മറികടക്കാൻ കഴിയും എന്നതാണ് ഈ KK ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചതിലൂടെ LDF ക്യാമ്പ് കാണുന്ന ഒരു ദൂരക്കാഴ്ച. കാരണം മറ്റ് ഈ കഴിഞ്ഞ തവണ P ജയരാജൻ മത്സരിച്ചപ്പോൾ അവർ പറഞ്ഞത് അക്രമ രാഷ്ട്രീയത്തിനെതിരായ വോട്ട്, ഈ ജയരാജന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേടിപ്പിക്കുന്ന രൂപം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ആളുകൾ എന്ന രീതിയിലായിരുന്നു അന്ന് UDF ചിത്രീകരിച്ചത്. എന്നാൽ അതിന് വിഭിന്നമായി ചിരിക്കുന്ന മുഖമുള്ള സ്ത്രീകൾക്കും അമ്മമാർക്കും ഈ വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം, പാർട്ടി മിഷണറിയൊക്കെ വർക്ക് ചെയ്യാനാണെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് P ജയരാജനാണ്.
അതിനു മുമ്പ് വർക്ക് ചെയ്തത് ചെറുപ്പക്കാരുടെ നിലയിലെ പ്രമുഖനായ നേതാവ് എൻ ഷംസീറാണ്. അതിനു മുമ്പ് സിറ്റിംഗ് എം പി ആയിരുന്ന പി സതീദേവിയാണ്, പി ജയരാജൻ്റെ സഹോദരി കൂടിയാണ് സതീദേവി. അതിനു മുമ്പ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ 1,30,30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എം പി ആയ ഒരാളാണ്. ഈ 3 സ്ഥാനാർത്ഥികളിൽ നിന്ന് കഴിഞ്ഞ ആരോഗ്യമന്ത്രി എന്ന നിലയിലുണ്ടായ കെ ശൈലജയുടെ പ്രതിച്ഛായ തന്നെയാണോ, അല്ലെങ്കിൽ അധിക വോട്ടായി നേടിക്കൊണ്ട് ഈ മണ്ഡലം പിടിക്കാം എന്ന് ഇടതുമുന്നണി കാണുന്നത്? തീർച്ചയായും ശൈല ടീച്ചർക്കുള്ള പ്രതിച്ഛായ തന്നെയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഒരു വിഭാഗം ആളുകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു വ്യക്തിത്വമാണ് ശൈല ടീച്ചർ. ഒപ്പം മണ്ഡലത്തിൽ എവിടെ ചെന്നാലും വലിയ സ്വീകാര്യത ടീച്ചർക്ക് ലഭിക്കുന്നുമുണ്ട്. കാരണം പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉള്ളിലേക്ക് കടക്കാൻ വളരെ പെട്ടെന്ന് CPM-ന് ഈ ശൈല ടീച്ചർ വഴി സംഭവിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ദൗത്യം വിജയിക്കുന്നു എന്നാണ് നമ്മൾ പലയിടങ്ങളിലും ടീച്ചറിന്റെ ക്യാമ്പയിനൊക്കെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രചാരണ ഇടങ്ങളിൽ പോകുമ്പോൾ കാണുന്നത്. അവർക്കൊരു മുഖവരിയില്ലാതെ ആളുകളിലേക്ക് എത്താൻ കഴിയുന്നു. പിന്നെ മറ്റൊന്ന്, ഈ നിപ്പ പോലെയുള്ള ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകൾ, കുറ്റ്യാടി, പേരാമ്പ്ര പോലുള്ള ഇടങ്ങളിലായിരുന്നു. അത്തരം ഇടങ്ങളിൽ താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തനം അന്ന് നടത്താൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുമായി, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി, തദ്ദേശ ഭരണകൂടത്തിലുള്ള സംവിധാനങ്ങളുമായൊക്കെ അവർക്ക് ആശയവിനിമയം നടത്താൻ നേരിട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അന്നത്തെ നാളുകളിൽ നടത്തിയ പ്രവർത്തനം കൂടുതൽ പരിചിതയാക്കി മാറ്റി എന്നത് ഒരു അനുകൂല ഘടകമായി ഈ ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നു. അതിലേറ്റവും പ്രധാനം ഈ കൂത്തുപറമ്പ് പോലെയുള്ള ഇടങ്ങൾ. കൂത്തുപറമ്പിന്റെ മുൻ MLA ആണ് ശൈല ടീച്ചർ. തലശ്ശേരി പാർട്ടിക്ക് നിലവിൽ MLA ഉള്ളതും പാർട്ടിക്ക് വളരെ വളക്കൂറുള്ളതുമായ ഒരു മണ്ണാണ്. ഇത്തരം 2 മണ്ഡലങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. കൊയിലാണ്ടി പോലുള്ള പാർട്ടി കോട്ടകളുണ്ട്. അത്തരത്തിൽ ഒരു ആകെത്തുകയായി പരിശോധിക്കുമ്പോൾ വളരെ അനുകൂലമായ ഘടകമെന്നാണ് ഇടത് ക്യാമ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പും കണക്കൂട്ടിയാൽ നമുക്ക് അങ്ങനെ അതിനെ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുമോ? കഴിഞ്ഞ തവണത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ UDF വലിയ ഭൂരിപക്ഷത്തിന് 1,00,000 1,50,000 ഒക്കെ വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച പല മണ്ഡലങ്ങളിലും, അതിപ്പോൾ തിരുവനന്തപുരമായാലും കൊല്ലമായാലും അങ്ങനെ ഇവിടെ നിന്ന് ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടുത്തെ മഹാഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വിജയിച്ചത് UDF ആണ്. എനിക്ക് തോന്നുന്നു ലീഗിന് സ്വാധീനമുള്ള മലബാറിലെ ചില ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ആകെ കണക്കെടുക്കുമ്പോൾ തന്നെ അവരുടെ ഭൂരിപക്ഷം MLA സ്ഥാനവും അല്ലെങ്കിൽ MLA-മാരുടെ എണ്ണത്തിൽ കൂടുതൽ ഇടതുമുന്നണിക്ക് തന്നെയാണ് ജയിച്ചത്. അങ്ങനെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകളെ നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ആ കണക്ക് വെച്ച് വിലയിരുത്താൻ കഴിയുമോ? തീർച്ചയായും ഒരിക്കലുമില്ല. കാരണം ഞാനത് പറഞ്ഞു വന്നത് തന്നെയാണ്. കാരണം ഈ 2 തെരഞ്ഞെടുപ്പുകളിലെയും പാറ്റേൺ 2ആണ്. ഒന്ന്, സംസ്ഥാനത്തൊരു ഭരണമുണ്ടാക്കാൻ ആർക്ക് വോട്ട് നൽകണമെന്ന് ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് കേന്ദ്രത്തിൽ ആര് മന്ത്രിസഭ രൂപീകരിക്കണം, അല്ലെങ്കിൽ കേന്ദ്രം ആര് ഭരിക്കണം എന്നതാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചാ വിഷയമാകുന്നത്. നമുക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്ന കാലം തന്നെ കണക്കിലെടുത്താൽ കേന്ദ്രത്തിൽ ഒരു കേന്ദ്രമന്ത്രിയായി വളരെ ഒരു അധികാര സ്ഥാനത്തേക്ക് വരുന്ന ഒരാളായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കണം എന്നതിന് രണ്ടാമതൊരു ചോദ്യം അവിടെ പ്രസക്തമല്ലാത്ത സാഹചര്യം വരുന്നു. ഒപ്പം കഴിഞ്ഞ തവണ കേരളത്തിൽ വരുമ്പോഴും ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുന്ന ഒരു ആവേശം സംസ്ഥാനത്തിന്റെ എല്ലാ ഇടങ്ങളിലും പരക്കുന്നു. BJPക്ക് ബദലായി കേന്ദ്രത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന പ്രതീതി വരുന്നു. അപ്പോൾ ജയിക്കപ്പെടുന്ന ആളുകൾ പലരും കേന്ദ്രമന്ത്രിമാരാവാനോ അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളിലേക്ക്, താക്കോൽ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കപ്പെടാനോ സാധ്യതയുണ്ടോ എന്നുള്ള ശക്തമായ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ വടകര മണ്ഡലത്തിന്റെ കാര്യം തന്നെ പരിശോധിച്ചാൽ ഈ കേന്ദ്രത്തിൽ UPA മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ഒരു കേന്ദ്ര സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുമെങ്കിൽ കേരളത്തിന് ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന കൃത്യമായ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അപ്പം ആ 2 പാറ്റേണുകളും, കാരണം നേരിട്ട് കോൺഗ്രസിന്റെ MP-മാർ പോയാൽ അവർ നേരിട്ട് സർക്കാർ രൂപീകരിക്കും. മറുവശത്ത് ഈ LDF-ന് വിജയിപ്പിച്ചാൽ അവർ ഒരുപക്ഷെ കോൺഗ്രസിന് പിന്തുണച്ചാണ് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നേരത്തെ മറ്റുമൊക്കെ ഇതുപോലെ പിന്തുണ നൽകിയെങ്കിലും ആണവ കരാറിന്റെ കാലത്തൊക്കെ ഈ പിന്തുണ പിൻവലിക്കുകയും പിന്നീട് അങ്ങനെ പല പല കാര്യങ്ങൾ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ഒഴിവാക്കിയാവാം നേരിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് സർക്കാർ രൂപീകരിക്കട്ടെ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ കൃത്യമായും LDF തുടക്കം മുതൽ തന്നെ ആ പ്രചാരണം ഒരു കഴിഞ്ഞ തവണ പറ്റിയ വീഴ്ച പറ്റാതിരിക്കാൻ കൃത്യമായി കരുതുന്നു. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭരണത്തിൽ കയറേണ്ടതിന്റെ ആവശ്യം ഇതുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ വിട്ട 19 MP-മാർക്കും കാര്യമായും ജനവികാരം പാർലമെന്റിൽ പോയി പ്രതിഫലിപ്പിക്കാൻ
കഴിഞ്ഞില്ല. ജനകീയ അനീഷ് മറ്റു വിവരം കൂടി ചോദിച്ചോട്ടെ. എന്തായാലും ഇവിടെ മത്സരം നടക്കുമ്പോൾ ഇതൊരു ത്രികോണ പോരാട്ടം എന്നൊന്നും വടകരയെ സംബന്ധിച്ച് എന്തായാലും പറയാൻ കഴിയില്ല. മറ്റു മണ്ഡലങ്ങളെ പോലെ വടകരയിൽ ഇതുവരെയും 1,00,000 മേൽ വോട്ട് നേടാൻ BJP കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയത് 80,188 വോട്ടാണ്. അതിനു മുമ്പ് 76,000 വോട്ട് KP. അത് രണ്ടും VK സജീവനായിരുന്നു. KP ശ്രീശൻ മത്സരിക്കുമ്പോൾ അവസാന തവണ 40,000 വോട്ടും അതിനു മുമ്പ് അദ്ദേഹം 2004 മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 80,000 വോട്ടും. എന്തായാലും അങ്ങനെ ഒരു BJPക്ക് ഒരു കാര്യമായ സ്വാധീനമൊന്നും ഉള്ള മണ്ഡലമല്ല അവിടെ. പ്രഫുൽ കൃഷ്ണയാണ് ഇത്തവണ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ അവിടെ അവതരിപ്പിക്കുന്നു വടകരയിലേക്ക്. അങ്ങനെ ഒരാളെ ചെറുപ്പക്കാരനെ അവതരിപ്പിക്കുമ്പോൾ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു BJPയുടെ ഇപ്പോൾ പുറത്ത് വന്ന ലിസ്റ്റിലുമൊക്കെ ഏറ്റവും ചെറുപ്പക്കാരനായ ആളായിരിക്കും പ്രഫുൽ കൃഷ്ണ. അങ്ങനെ ഒരാളെ അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഒരു മാറ്റമുണ്ടാവാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? നമുക്ക് ഈ നിലവിലെ ആദ്യഘട്ടത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ BJPക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം ഏറ്റവും അധികം വോട്ടുകൾ BJPക്കായി സമാഹരിച്ചത് സജീവൻ തന്നെയാണ്. അദ്ദേഹം 75-നും 80-നും ഒക്കെ അടുത്ത വോട്ടുകൾ, അതായത് അതിനു മുമ്പ് 60,000, 45,000 ഒക്കെ ആയിരുന്നു അവിടുത്തെ ബേസ് വോട്ടായി നിന്നിരുന്നത്. പക്ഷേ ആ BJPയുടെ ആ സ്വാധീനം പിന്നീട് സംസ്ഥാനത്തൊട്ടാകെയും ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അത് 45,000-ൽ നിന്നും 55-ലേക്കും പിന്നെ 76-ലേക്കും 80-ലേക്കും എത്തിയിരിക്കുന്നു. BJPക്ക് ഏറ്റവും കൃത്യമായി നോക്കേണ്ടത് ആ കണക്കിൽ നിന്നും അധികം താഴേക്ക് പോകാതെ നോക്കുക എന്നാണ്. കാരണം 80,000 ഒരു 1,00,000 ആക്കി ഉയർത്തണമെന്ന ഒരു നിർദ്ദേശം, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാണ് BJP വടകര മണ്ഡലത്തിലും മത്സരിക്കുന്നത്. കോഴിക്കോടും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ വോട്ട് വർധനമാണ്. കാരണം ഒറ്റയടിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ലെന്ന് നേതൃത്വത്തിനറിയാം, സ്ഥാനാർത്ഥിക്കും അറിയാം. പക്ഷേ വടകരക്കാരൻ തന്നെയായ ഈ മണ്ഡലത്തിന്റെ പരിധിയിൽ താമസിക്കുന്ന ഒരാളാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം ഏറ്റവും കാര്യമായി പറയുന്നതും അതാണ്. കാരണം മട്ടന്നൂരിലെ ഒരു MLA വന്ന് ഇവിടെ മത്സരിക്കുന്നു, പാലക്കാട് നിന്നുള്ളൊരു MLA വന്ന് മത്സരിക്കുന്നു. അപ്പോൾ നാട്ടുകാരനായ താൻ ഇവിടെ തന്നെ എപ്പോഴും കാണും, താൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയാവുന്ന ആൾ താനാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രാദേശിക വാദത്തിലൂന്നിയാണ് അദ്ദേഹം പ്രചാരണം കണ്ടറിയണം. മനീഷ്, എന്തായാലും കഴിഞ്ഞ തവണയൊക്കെ അവിടെ ജയിച്ച ആളുകളെയൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് മുന്നണിയുടെയും പ്രധാനപ്പെട്ട ആളുകളെ മത്സരിക്കുന്ന ചിത്രം പരിശോധിച്ചാലും അങ്ങനെ വടകരക്കാർ തന്നെ ആവണം എന്നൊന്നുമില്ല. അങ്ങനെ ഉള്ള ആളുകളല്ല അവിടെ കൂടുതലായി ജയിച്ചു വന്നിട്ടുള്ളതുമല്ലും. പക്ഷേ BJPയുടെ വോട്ടിംഗ് കണക്കിലൂടെ മറ്റൊന്നുണ്ട്. BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് 2004 കിട്ടിയത്. അന്ന് 81,000 വോട്ട്, 81,901 വോട്ട് കിട്ടിയെങ്കിൽ അത് 2019 വരുമ്പോഴും അത് 80,128. ആ 80,000-ൽ തന്നെ കിടന്ന് കഴിഞ്ഞ 10-15 വർഷമായി BJPയുടെ വോട്ട് കറങ്ങുകയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി വടകരയ്ക്കുണ്ട്. എന്തായാലും മറ്റ് ചില മണ്ഡലങ്ങളിലെ ഇലക്ഷൻ വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്തായാലും വടകരയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വടകര നിലനിർത്തി വൻ വിജയം നേടാമെന്നുള്ള പ്രതീക്ഷയാണ് ഷാഫി പറമ്പിൽ പങ്കുവെക്കുന്നത്. പാലക്കാട്ടുകാർ നൽകിയ അതേ സ്നേഹമാണ് വടകരക്കാർ നൽകിയതെന്നും അദ്ദേഹം പറയുന്നു. മുരളീധരൻ പോരാളിയാണെന്നും മുരളിയോടുള്ള സ്നേഹം തനിക്ക് വോട്ടായി മാറുമെന്നും ഷാഫി പറമ്പിൽ ന്യൂസ് 18 പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർപ്രൈസ് എൻട്രി, ഒപ്പം സർപ്രൈസ് സ്ഥാനാർത്ഥിയും വടകരയിൽ വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് യോജിക്കുന്ന രീതിയിലുള്ളൊരു സ്വീകരണമാണ് നൽകിയത്. എങ്ങനെ കാണുന്നു ഇന്നലെ പാലക്കാട്ടുകാരുടെ യാത്രയപ്പും വടകരക്കാരുടെ സ്വീകരണവും? രണ്ടിനെയും ഒറ്റവാചകത്തിൽ പറയാനാണെങ്കിൽ ഹൃദയത്തിൽ തട്ടിയായിരുന്നു. അവിടുന്ന് യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്കണക്ഷൻ അല്ല, ഒരിക്കലും പോയി ജയിച്ചു വരാൻ വേണ്ടി എന്നെ അയച്ചതാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കും, ജയിപ്പിക്കുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് വടകര സ്വീകരിച്ചത്. രണ്ടും ഹൃദയത്തിൽ തട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അതെൻ്റെയും ഹൃദയത്തിൽ തട്ടിയായിരിക്കും. വടകര എനിക്കൊരു അവസരം തരുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ അവർ ഖേദിക്കേണ്ടി വരില്ല. ഈ നാടിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന്, പുരോഗമനത്തിന്, അടുത്ത തലമുറ എങ്ങനെയാണ് വടകരയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫെസിലിറ്റീസ് ഒരുക്കുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെ നിൽക്കും. ഈ സാധാരണ MLA-മാരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കരയാറില്ല. സ്കൂളിൽ നിന്ന് അധ്യാപകർ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കരച്ചിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കണ്ടു ഉമ്മൻചാണ്ടി സാറ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന്, തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് കണ്ടപ്പോൾ വീടിനൊക്കെ അടുത്ത് വന്ന ആളുകൾ കരഞ്ഞു നിലവിളിക്കുന്നത്. ഏതാണ്ട് അതിനൊരു സമാനമായിരുന്നല്ലോ ഈ അമ്മമാരൊക്കെ വന്ന് കരയുന്നത്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് ആർക്കും കമ്പാരിസൺ ഇല്ല. അങ്ങനെ ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ അത്രയും അകലത്തിലാണ്. പക്ഷെ അത് എൻ്റെ പ്രത്യേകതയല്ല, പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹമാണത്. അവർക്ക് അത്രയും ഇഷ്ടം അവർ തന്നിട്ടുണ്ട്, അത്രയും സ്നേഹം അവർ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ആ വന്ന ആൾക്കാർക്ക് മുഴുവൻ വ്യക്തിപരമായിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ ഉപകാരം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്നതിനിടയിലുള്ള കണ്ടുമുട്ടലുകളും കൂടിക്കാഴ്ചകളും അതൊക്കെയായിട്ട് ഇങ്ങനെ സമയം കൊണ്ട് ഡെവലപ്പായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അപ്പം പെട്ടെന്ന് വടകര പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചിട്ട് എന്നോട് സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം
ഞാൻ അവിടെ പോയാൽ ജയിക്കുമോ, ഞാൻ അവിടെ ആരാ മത്സരിക്കുന്നത്, അതൊന്നും ഓർത്തിട്ടല്ല നമുക്ക് ആശങ്ക വരുന്നത്. അങ്ങനെ ആരൊക്കെയോ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ല, അത്തരം പേടികളില്ല. ജയിക്കാൻ തന്നെയാണ് വരുന്നത്, ജയിക്കുകയും ചെയ്യും ജനങ്ങൾ വിചാരിച്ച. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താ, അയ്യോ ഞാൻ പാലക്കാട് നിന്ന് പോവാണോ എന്നുള്ളൊരു ആശങ്ക പെട്ടെന്ന് വരും. അപ്പോൾ അത് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കും വരും. അത് അവരുടെ സ്നേഹമാണ്. ജയിക്കാൻ കഴിയും. രണ്ടുപേരുടെയും പിന്തുണ എനിക്കുണ്ടാവും. പാലക്കാടിൻ്റെ പ്രാർത്ഥനയുണ്ടാവും, വടകരയുടെ സ്നേഹവും പിന്തുണയുണ്ടാവും. ഇന്നലെ MK രാഘവൻ പറഞ്ഞത് രാത്രി 11:30 അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ 1 മണിക്കെന്നാണ്. എന്നെ വിളിച്ച് കരഞ്ഞു, എങ്ങനെയും ഡൽഹിയിലുള്ളവരോടൊന്നും പറയണം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. അങ്ങനെ ഒരു തോന്നലാണോ ആദ്യം? അല്ല, എനിക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ കൊണ്ടൊന്നുമല്ല. ഞാൻ ASU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് പോയി മത്സരിക്കാനുണ്ടായ സാഹചര്യമൊക്കെ ഓർമ്മയില്ലേ? എന്നെ സ്വീകരിക്കാൻ വന്ന പ്രകടനത്തിന് 200 ആളും അന്ന് അതിനെതിരായിട്ട് 700 ആൾ വേറെ പ്രകടനം അപ്പുറത്തുണ്ടായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും അങ്ങനെ ഭയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളൊന്നും ആയിട്ടല്ല ഞങ്ങളെയൊന്നും പാർട്ടി വളർത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് വരുന്ന ആശങ്ക, ഞാൻ പാലക്കാട് നിന്ന് പോവാണെന്നുള്ള ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് രാഘവേട്ടനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാഘവേട്ടൻ ഞാൻ എങ്ങനെ പാലക്കാട് നിന്ന് പോരുക, ഞാനിത് ഇവിടുത്തെ ആൾക്കാരോട് ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് അത് ഭയങ്കര പ്രയാസവും, അവർക്കും പ്രയാസവും എനിക്കും പ്രയാസമാവും. അപ്പോൾ നമുക്കും കുറച്ചും കൂടെ മെച്ചപ്പെട്ട കാൻഡിഡേറ്റിനൊക്കെ അവിടെ കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോഴാണ് രാഘവേട്ടൻ പറഞ്ഞു, നീ ഇവിടെ വരണം, പിന്നെ നീ ഇവിടെ ജയിക്കും തന്നെ അവർ കാത്തിരിക്കുകയാണ്, നിനക്ക് വടകരക്കാരെ അറിയാഞ്ഞിട്ടാണ്, നിനക്ക് പാലക്കാട്ടുകാർ തരുന്ന പോലെ തന്നെ സ്നേഹം അവരും തരും, ധൈര്യമായിട്ട് കയറിപ്പോരെ എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് വിളിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശങ്ക അറിയിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, പാലക്കാട് നിന്ന് പെട്ടെന്ന് ഞാൻ പോവാന്ന് പറയുമ്പം, അത് പെട്ടെന്ന് ആദ്യമായിട്ട് എന്നോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഫോണിൽ വിളിച്ചിട്ട് നാളെ വടകരയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാമെന്ന് ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞാലുള്ള പെട്ടെന്നുണ്ടാവുന്ന മാനസികാവസ്ഥ ഉണ്ട്. എനിക്ക് നാളെ MP ആവാലോ, അല്ലെങ്കിൽ അവിടെ, അതൊന്നും അല്ലല്ലോ ആലോചിക്കുക. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനതയിൽ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ ഒരു ആത്മബന്ധവും സ്നേഹവും ഇല്ലെങ്കിൽ ഇവരും എന്നെ വിശ്വസിക്കൂ. പാലക്കാട് നൽകിയ സ്നേഹം വടകരയും തുടരുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. തിരക്കിട്ട ദിനത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. തിരക്കിട്ട പരിപാടികളാണ് മണ്ഡലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷ മുരളീധരന്റെ തുടർച്ച മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വടകര മണ്ഡലം പരമ്പരാഗതമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. 6 തവണയാണ് KP ഉണ്ണികൃഷ്ണൻ അവിടെ വിജയിച്ചത്. അതിനുശേഷം O ഭരതൻ വിജയിച്ചു, AK പ്രേമജം 2 തവണ വിജയിച്ചു. അതിനുശേഷം 2004 P സതീദേവി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ആ മണ്ഡലത്തിലേക്കാണ് അന്ന് ഏകദേശം രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ പെട്ടെന്ന് വടകരയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. അദ്ദേഹം തന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഷാഫി പറഞ്ഞതുപോലെ ഞാൻ ഈ സ്ഥാനാർത്ഥിത്തിന് അന്നില്ല എന്നൊക്കെയുള്ള നിലപാട് സ്വീകരിച്ചു. അന്ന് AK ആൻ്റണിയും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഇവർ രണ്ടുപേരും ആണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരരംഗത്ത് ഇറങ്ങണം, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം കൊടുത്ത് അവിടെ ഇറക്കിയത്. അങ്ങനെയാണ് ആദ്യമായി UDF ആ മണ്ഡലം പിടിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ 156,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇടത് കോട്ട ഇളക്കുന്നത്. പക്ഷേ 2ാം തവണ ഇടതുമുന്നണി അവിടെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് AN ഷംസീറിനെയാണ്. ഷംസീർ വന്നതോടുകൂടി സ്വാഭാവികമായും മുല്ലപ്പള്ളിയും ഷംസീറും തമ്മിലുള്ള പോരാട്ടം ഒരു കടുത്ത പോരാട്ടമായി മാറുകയും ഷംസീറും മുല്ലപ്പള്ളി കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. 3000 വോട്ടിന് മാത്രമാണ് കടന്നുകൂടിയത്. പക്ഷേ കഴിഞ്ഞ തവണ K മുരളീധരൻ എത്തിയപ്പോൾ ഇതുവരെയുള്ള ആ ചിത്രങ്ങളെല്ലാം മാറിക്കൊണ്ട് കഴിഞ്ഞ തവണത്തെ ആകെ ഉണ്ടായ UDFന് അനുകൂലമായ തരംഗം കൂടി മുരളീധരന് അനുകൂലമായി വന്നു. പിന്നെ K മുരളീധരന് ഉണ്ടായിരിക്കുന്ന ഒരു അനുകൂല അവസ്ഥയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പൊതു സ്വീകാര്യതയും ഒക്കെ കണക്കൂട്ടി 56,000 വോട്ടിലേക്ക് അദ്ദേഹം ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആ വടകരയെ സംബന്ധിച്ച് ഷാഫി ആദ്യം കാണേണ്ടയാൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ്, മുൻ KPCCയുടെ അധ്യക്ഷൻ. എന്തായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. പ്രതീക്ഷ മാത്രമല്ല, ഇവിടെ റെക്കോർഡ് വിജയം ഉണ്ടാകും. ഈ നിയോജകമണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിന് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ പ്രകടനം. അത്രയും ആവേശ പ്രകടനം ഉണ്ടായിരിക്കുന്നത്. ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും. അങ്ങനെയൊക്കെ എത്ര ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പഴുത്തേല നോക്കൂ, ഇവിടെ ഒരു പ്ലാവുണ്ട്, അതിൽ പഴുത്തേല മുഴുവൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. പ്ലാവ് നല്ല ശക്തിയായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയല്ലേ പ്ലാവ്. വി ആർ മിസ്റ്റേക്കൺ. KK ശൈലജ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ കൂടി ബുള്ളറ്റിൽ നൽകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് ഒരു അടിയന്തരമായ വാർത്ത വരുന്നു. തിരുവനന്തപുരം കേരള സർവകലാശാലയുടെ യുവജനോത്സവം നിർത്തിവച്ചിരിക്കുന്നതിനെതിരെ പ്രതിഷേധ നൃത്തം അവിടെ നടക്കുകയാണ്.
കൂടുതൽ വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഇത് യുവജനോത്സവം നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ നൃത്തം നടത്തുന്നത്? എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ, എന്ന് വിവരിക്കാമോ? കിരൺ, VC-യുടെ നിർദ്ദേശപ്രകാരം കലോത്സവം നിർത്തിവെച്ചു. ഇത് സംബന്ധിച്ച അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ വന്നു. ഇന്ന് സംഘനൃത്ത മത്സരങ്ങളാണ് നടക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ വർഷം 1ാം സ്ഥാനം കിട്ടിയത് തിരുവനന്തപുരം സംഗീത കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ്. ഇവർക്ക് മത്സരം ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ഈ തീരുമാനം വന്നതിന് പിന്നാലെ SFIയുടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവർ ഇപ്പോൾ സംഘനൃത്തം ഈ സംഗീത കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു. പക്ഷേ ഇത് ഔദ്യോഗികമായ മത്സരത്തിന്റെ ഭാഗമായല്ല. ദിവസങ്ങളോളം അവർ പരിശീലിച്ച് വന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഇത് അവതരിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, പിന്നീട് വീണ്ടും ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. അതിനുശേഷമാണ് പ്രതിഷേധം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. കിരൺ, വിനോദ, എങ്ങനെയാണ് ഇപ്പോൾ ഇത്? സാധാരണ ഇതിൽ അവസാന ദിവസമല്ലേ ഇന്നായിരുന്നോ യുവജനോത്സവത്തിന്റെ അവസാന ദിവസം, അതോ ഇനിയും ഉണ്ടായിരുന്നോ? ഇന്ന് അവസാന ദിവസമായിരുന്നു. ഇന്നായിരുന്നു അവസാനിക്കേണ്ടത്. അവസാന മത്സര ഇനമാണ് സംഘനൃത്തം. വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിച്ചത്. നേരത്തെ അപ്പീൽ വന്ന ഇനങ്ങളുണ്ട്. അതിൽ തീരുമാനമെടുക്കുക, ഇതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക, അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷം അത് തന്നെയാണ് ഇങ്ങനെ നിർത്തിവെക്കുന്നതിനിടയാക്കിയത്. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇത് നിർത്തിവെക്കാനുള്ള തീരുമാനത്തോട് യോജിക്കുന്നു. SFI ആണ് നേതൃത്വം നൽകുന്നത്, യോജിക്കുന്നു എന്ന നിലപാടാണ് യൂണിയനും സ്വീകരിച്ചത്. കാരണം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ തന്നെയും SFI KSU സംഘർഷം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ യൂണിയൻ, സാധാരണ സർവകലാശാല യൂണിയനാണല്ലോ യുവജനോത്സവം നടത്തുന്നത്, യൂണിയൻ കൂടി നിർത്തിവെക്കാൻ യോജിക്കുകയായിരുന്നു? തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. സാധാരണ നിലയിൽ അങ്ങനെ VC-യുടെ തീരുമാനമോ ഗവർണറുടെ തീരുമാനമോ ഉണ്ടായാൽ അതിനെ എതിർക്കുന്ന ഒരു നിലയിലേക്ക് പോകുന്നതാണ് സാധാരണയുള്ളത്. പക്ഷേ ഇന്ന് വ്യത്യസ്തമായി യൂണിയൻ കൂടി ഇങ്ങനെ നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ അനുകൂലിച്ചു. കാരണം അതിന് അവർ പറയുന്ന കാരണം ഇത് അലങ്കോലമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയമാണ്. ഒരുപക്ഷെ ഇവിടെ ഒരു സംഘർഷമുണ്ടായാൽ അത് കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലേക്കും ബാധിക്കുന്ന ഒരു നിലയുണ്ടാകും. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം യൂണിയൻ അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ഇത് ഈ കലോത്സവം പൂർത്തിയാകാനുള്ള ഇനങ്ങൾ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വൈകാതെ തന്നെ ഈ കലോത്സവം പൂർത്തിയാക്കും. നേരത്തെ അവസാന ദിവസം സംഘനൃത്തമടക്കം 1-2 ഐറ്റങ്ങൾ മാത്രമാണ് പ്രധാനമായും കാണാൻ സാധ്യതയുള്ളത്. വലിയൊരു ഐറ്റം എന്ന നിലയ്ക്ക് സംഘനൃത്തമാണ് യുവജനോത്സവത്തിന്റെ അവസാന ദിവസം ഉള്ളത്. അപ്പോൾ ആ ഐറ്റം കൂടി 1-2 ഐറ്റം നടത്താതെ ഇപ്പോൾ അത് അവസാനിപ്പിച്ച് യുവജനോത്സവം തന്നെ വഴിയിൽ നിർത്തുന്നതിൽ എന്താണ് ഈ യൂണിയൻ കാണുന്നത്? കഴിഞ്ഞ ദിവസം മാർവേനസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഇത് അലങ്കോലമാകുന്നു, അലങ്കോലമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന നിലയ്ക്കാണ് ഈ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതി പോയത്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ VC, അതായത് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ, കലോത്സവം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഈ നിർത്തിവെക്കുന്നു എന്ന അറിയിപ്പ് VC-യുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതൊരു ഔദ്യോഗിക അറിയിപ്പായി ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗവർണറുടെ ഇടപെടലുണ്ടോ എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. മാർവേനസ് കോളേജിന്റെ പ്രിൻസിപ്പളാണ് ഈ തരത്തിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 4 ദിവസമായി തങ്ങളെ മർദ്ദിക്കുന്നു എന്നുള്ള പരാതി ഒരു വശത്ത് നിന്ന് ഉയർന്നിരുന്നു. KSU അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുകയും ഇന്ന് SFI പ്രവർത്തകർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. 6 പേരെയാണ് പ്രതി ചേർത്തത്. കണ്ടാലറിയാവുന്ന 10 പേരെ കൂടി പ്രതി ചേർത്തിരുന്നു. ഏതായാലും വളരെ യുവതലമുറയുടെ അവരുടെ കലാവൈശിഷ്ട്യം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം, അതിനുള്ള വേദി, അത് മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോയി. ഏറ്റവും ഒടുവിൽ അത് പാതി വഴിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു അവസാന നിമിഷത്തിൽ സമാപന സമ്മേളനമില്ലാതെ അവസാനിപ്പിച്ച് പോകേണ്ട ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. കിരൺ, എന്തായാലും സമീപകാല കേരള സർവകലാശാല യൂണിയന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യുവജനോത്സവം തുടങ്ങുകയും അത് അവസാന ദിവസം വഴിയിൽ വെച്ച് നിർത്തിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഞങ്ങളുടെ